ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ടെൽ യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ മക്കളോട് പറയുക. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന ഒരു, എപ്പോഴും കേൾക്കാറുള്ളത് തന്നെയാണ്, എങ്കിലും ഒന്നുകൂടെ എടുത്തു പറയുന്നു എന്ന് മാത്രം. ടെൽ യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ മക്കളോട് പറയുക. ആധാരമായിട്ട് യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇതും നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. ഇത് എന്തു ചെയ്യണം? വിവരിച്ചു പറയേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും, പിന്നെയോ നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഏതാണ് ആ വിഷയം? നമുക്ക് ചിന്തിക്കാം. വാസ്തവത്തിൽ യൂദ ദേശത്ത് എന്തുണ്ടായി? വലിയ ഒരു ബാധ, ലോക്കസ്റ്റ്, വെട്ടുക്കിളി ബാധ ഉണ്ടായി. അതേ തുടർന്ന് അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ദ ലാൻഡ് വാസ് ഡിവാസ്റ്റേറ്റഡ്. അതിൻ്റെ പരിണിത ഫലം വളരെയധികം ബുദ്ധിമുട്ടിൽ ജനങ്ങൾ ആയി. ഈ സംഭവം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാട്ടെ. യോവേൽ 1-ന്റെ 4-ാമത്തെ വാക്യം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അവിടെ ശൂന്യതയാണ്, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ വെളിപ്പെട്ടിരുന്നത്. അത് ഉണ്ടായ ഒരു സംഭവമായിരിക്കാം, ഇല്ല ഒരു ആത്മീയ വിഷയമായിരിക്കാം. എന്തു തന്നെയായാലും ആ ദേശം ഇപ്പോൾ വളരെ ശൂന്യമായിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് വളരെയധികം ശൂന്യത വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വിഷയമാണ് എന്തു പറയുന്നത്? 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇത് നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ മക്കളോടും മക്കളുടെ മക്കളോടും അവർ തങ്ങളുടെ മക്കളോട് വരുവാനുള്ള തലമുറയോടും ഇത് അറിയിച്ചേ മതിയാകൂ. സ്തോത്രം, ആമേൻ. ഇത് വാസ്തവത്തിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ്. അല്ലാതെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെയൊക്കെ പലപ്പോഴും പിശാചിൻ്റെ ഒരു പോരാട്ടം ഒന്നും അല്ല ഇവിടെ, കേട്ടോ. ഇവിടെ ഈ ഡിവാസ്റ്റേഷൻ വന്നത്, ഈ ശൂന്യത ആ ദേശത്ത് വെളിപ്പെട്ടതിൻ്റെ കാരണം ജഡ്ജ്മെൻറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ന്യായവിധിയാണ് അങ്ങനെ വരുത്തി തീർത്തത്. ഞാൻ ചിന്തിച്ച് നോക്കി, പഴയ നിയമത്തിൽ ഒട്ടുമുക്കാലും നമ്മൾ നോക്കുമ്പോൾ പിശാചിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാര്യം തുടക്കം പിശാച് പാപം ചെയ്തു, അതോടുകൂടെ അവൻ്റെ പരിപാടി അവിടെ അവസാനിച്ചു. ബാക്കിയെല്ലാം അല്ലേ, ദൈവം തന്നെ ഒരു ജനത്തെ തിരഞ്ഞെടുത്തു, അവർ നടത്തിക്കൊണ്ടു പോകുന്ന വിധങ്ങളെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും അതിനനുസരിച്ച് ദൈവം അവരോട് ഇടപെടുന്നതാണ് പഴയ നിയമം മുഴുവൻ നമുക്ക് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് യേശു വന്നപ്പോൾ പിശാചിൻ്റെ തല തകർത്തു. അത് തല തകർത്തപ്പോഴാണ് പിന്നെ ജനങ്ങൾക്ക് പിശാചിനെ കുറിച്ചൊരു ബോധം കിട്ടുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും പിന്നെ പുതിയ നിയമത്തിലാണ് പിന്നെ ആകെ പിശാചിൻ്റെ പുറകെ ഓടി ചാടി പിടിക്കാൻ നടക്കുന്നത്. എനിവേ, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് ഇത് ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയതിൻ്റെ, സ്തോത്രം, ദൈവത്തിൽ നിന്നും അകന്നുപോയതിൻ്റെ ന്യായവിധിയാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പിന്നീട് വായിക്കാമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ, ഈ ഡിവാസ്റ്റേഷൻ സംഭവിച്ചത്, ഈ നാശം, ഈ ശൂന്യത ദേശത്ത് വന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഇതെന്ത് ചെയ്യണം? അത് പറയണം. കാരണം എന്താണ്? അവർ ഇത് കണ്ട് അവരുടെ ഉള്ളിൽ ദൈവഭയം വരണം. അവരുടെ ഉള്ളിൽ ദൈവഭയം വരണം. മാത്രവുമല്ല, അവർ ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിക്കണം. മാത്രവുമല്ല, ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അതിന് വേണ്ടിയാണ് മക്കളോട് പറയണം, അല്ലേ? അല്ലാതെ ഇങ്ങനെ സംഭവിച്ച ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു റിവർ സഫാരി അല്ല, അങ്ങനത്തെ വെള്ളത്തിൽ കൂടെ ഞാനുണ്ട് ഗോഡവിനൊക്കെ പോയപ്പോൾ അവർ ഇവിടുത്തെ കഥ പറയുന്നുണ്ട്. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് ലേക്കാണോ, ഇത് കടലാണോ, പിന്നെ ഇത് എന്ത് സംഭവിച്ചു, ഇതങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതല്ല. You need to learn something. Tell your children. They need to fear God.
അതുപോലെ തന്നെ അവർ ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിക്കണം. അവർ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? നിങ്ങൾ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. ഇതിന് തുല്യമായ ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് 2 തിമോത്തിയോസ് 3 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. സ്തോത്രം. ഇവിടെ യൂദായിൽ സംഭവിച്ചത് വെട്ടുക്കിളി അവിടെ നാശം, ആ ദേശത്തിന് ശൂന്യത വരുത്തിയെങ്കിൽ ഇവിടെ അതിൻ്റെ സ്പിരിച്വൽ സെൻസാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. എന്നിട്ടോ മനുഷ്യർ സ്വസ്നേഹികളാകും, ദ്രവ്യാഗിരികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ഇങ്ങനെയൊക്കെ ആയിത്തീരും. നമുക്ക് ഇതൊക്കെ എവിടെയോ സംഭവിച്ച മാതിരി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ സംഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിത്തീരും. ആയിത്തീരും. ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടോ? അല്ലേ? അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ 1:4 വായിച്ചു. എന്താ വായിച്ചത്? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ആ അവസ്ഥയിലേക്കാണ് ഇന്ന് ജനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീയമായിട്ട് ഡിവാസ്റ്റേഷൻ. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഒന്ന് തന്നെയാണ്, മക്കളെ വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും പുതിയ തലമുറയെ സൃഷ്ടിച്ചത് ആരാണ്? പഴയ തലമുറയാണ് പുതിയ തലമുറയെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അവരെ വേണ്ടതുപോലെ വളർത്തിയെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഇന്നത്തെ അതുകൊണ്ടാണ് ആ പഴയ നിയമത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞത്, ഈ നാശത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ചിലത് നിങ്ങളുടെ മക്കളോട് പറയണം. അവിടെ തീർന്നില്ല, മക്കളുടെ മക്കളോട് പറയണം. അതും പോരാ, അവരുടെ മക്കളോടും പറയണം. എന്ത്? ദൈവഭയത്തിൽ വളർന്നു വരണം. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ ദൈവത്തെ ഒബേ ചെയ്യുവാൻ, അനുസരിക്കുവാൻ പഠിപ്പിക്കണം. സ്തോത്രം. ഇന്നത്തെ തലമുറയെ ചൊല്ലി അയ്യോ എന്ന് പറയാൻ നമുക്കൊക്കെ പറയാൻ കഴിയും. വേണ്ടതുപോലെ പഠിപ്പിക്കാതെയും വേണ്ടതുപോലെ അവരെ വളർത്തിയെടുക്കുവാനും നമ്മൾ സമയം കണ്ടെത്തിയില്ല. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു, എൻ്റെ മക്കളല്ലേ, സാരമില്ല, പിന്നെ അങ്ങ് വളരുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? നാട്ടുകാരെ കുറിച്ചാണോ പറഞ്ഞത്? അല്ല, അവിശ്വാസികളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഇവിടെ വായിക്കുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തിമോത്തിയോസിനോട് പറയുകയാണ്, ഭക്തിയുണ്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലെ കാര്യങ്ങളാ ഈ പറഞ്ഞത്. എന്താ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഒക്കെ ആയിത്തീരുന്നത് എവിടെയാ? സ്തോത്രം. നമ്മൾ വിചാരിച്ചു ഇത് നോൺ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കുള്ള കാര്യമാണെന്ന്. അല്ല, ഇവിടെ പറഞ്ഞത് എന്താണ്? ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ്. അതെന്താ കാരണം? അപ്പോൾ പറയും ദുഷ്ടൻ പുറകെ വന്ന് പിടിച്ചതൊക്കെ ഇതാണോ കാരണങ്ങൾ? ഒരു കാരണവുമല്ല. ദുഷ്ടൻ പുറകെ വന്ന് പിടിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഉണ്ടെങ്കിൽ ദുഷ്ടൻ വന്ന് പിടിച്ചതൊക്കെ തന്നെയാണ് നമുക്ക് പറയാം. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് അതിന് ശേഷം വന്നതൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അത് പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.
റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിച്ചാട്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ ഇത് ദൈവത്തിന്റെ കോപം തന്നെയാണ്. ഇത് പറയുന്നത് റോമർ സഭയ്ക്ക് എഴുതുന്ന എഴുത്താണ് കേട്ടോ. അവരോട് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുകയാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ്. ഇത് ആരും പിശാചിന്റെ പുറകെയൊന്നും പോകണ്ട. ഇതിനെന്താ വേണ്ടതാ? ഇത് കാര്യം ഇതാണ്, അതായത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും. മറ്റവർക്ക് പിന്നെ ഭക്തിയില്ല, അവർക്ക് ദൈവത്തെ അറിയത്തില്ല. എന്നാൽ അനീതി കൊണ്ട് നീതി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ജ്ഞാനം കൊണ്ട്, സ്വന്തം അറിവ് കൊണ്ട് ആ ഭക്തിയെ മറച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലം ആയതുകൊണ്ട് ഹല്ലേലൂയ എന്ത് പറ്റുന്നു? തലമുറകൾ നശിച്ചു പോകുന്നു. ദേശം ഡിവാസ്റ്റേഷൻ സംഭവിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 21-ാമത്തെ വാക്യം, റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരായിട്ടല്ല കേട്ടോ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ വേണ്ട മഹത്വം അവന് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞിട്ടും മഹത്വീകരിച്ചില്ല. പിന്നെ നന്ദി കാണിച്ചില്ല ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലല്ല, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ആരുടെ ഹൃദയം ഇരുണ്ടുപോയത്? നോൺ ക്രിസ്ത്യൻസിൻ്റെ ആണോ? അല്ല, അല്ലേ? ആരുടെയാണ്? ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്ന ചിലർ. പിന്നെന്താ പറഞ്ഞേ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന മഹത്വം കൊടുക്കാൻ കഴിയാത്തവർ. നമ്മൾ ക്രിസ്ത്യാനികളാണ്, ദൈവമക്കൾ, ഞാനും നിങ്ങളും അടക്കം. നമ്മൾ ദൈവത്തെ പിൻപറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും പിൻപറ്റണം. അവനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കണം. അവൻ്റെ ഇഷ്ടം എന്തെന്ന് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ സമയമെടുത്ത് അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കണം. അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ ഹല്ലേലൂയ അതറിഞ്ഞേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഇത് നിസ്സാരമായൊരു കാര്യമല്ല ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഡിവാസ്റ്റേഷൻ ഇനിയും മുന്നോട്ട് പോകരുത്. അല്ലെങ്കിൽ ഈ ശൂന്യത അത് നമ്മുടെ മക്കളിലേക്ക് വരരുത്. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരും അറിയുന്നവരും വിശ്വസിക്കുന്നവരും അനുസരിക്കുന്നവരുമായി തീരണം എന്നുള്ളത് കൊണ്ട് ടെൽ യുവർ ചിൽഡ്രൻ, മക്കളോട് പറയുക. അതിനാദ്യം ഒരു കാര്യം വേണം, മാതാപിതാക്കൾക്ക് ധൈര്യം വേണം. പലപ്പോഴും അതില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് മക്കളോട് ധൈര്യമായിട്ട് പറയാൻ പറ്റാത്തത്. അതെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും മാത്രവുമല്ല മക്കളെ നല്ലതുപോലെ ഉപദേശിക്കുന്നവരുമായി തീരണം. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഡിവാസ്റ്റേഷൻ വിൽ കം. വെട്ടിക്കിളിയും പച്ചക്കിളിയും ഒക്കെ കൂടെ തിന്ന് എന്തുണ്ടാകും? ദേശത്തെ ശൂന്യമാക്കും. അതുകൊണ്ട് നമ്മൾ തുടങ്ങിയത് തിമോത്തിയോസിൻ്റെ ഹല്ലേലൂയ തിമോത്തിയോസ് ലേഖനത്തിലാണല്ലോ. അവിടെ ഉപദേശിക്കുകയാണ്. അപ്പോസ്തലനായിരുന്ന പൗലോസ് ഉപദേശിക്കുകയാണ്. എന്ത്? ഇങ്ങനെ സംഭവിക്കാം അന്ത്യകാലത്ത്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായി തീരാം. അതുകൊണ്ട് തിമോത്തിയോസിനോട് വാണിംഗ് കൊടുക്കുകയാണ്, പറയുകയാണ്. എന്താണത്? അതിൻ്റെ 14-15 വാക്യങ്ങൾ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന്. ഒരു നിമിഷം. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 3:14-15. നീയോ ഇന്നവരോട് പഠിച്ച്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലനായിരുന്ന പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഇന്നവരോട് പഠിച്ച് എന്ന് ഓർക്കുകയും. നീ പഠിച്ചു എന്നുള്ളത് നീ ഓർക്കണം. എന്താ സംഭവിച്ചത്? ഇവിടെ ഭക്തിയുടെ വേഷം പൂണ്ട് ദ്രോഹമായിട്ട് ദ്രവ്യാഗ്രഹത്തോടുകൂടെ അതുപോലെ തന്നെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതൊക്കെ നാളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീയോ എന്ത് ചെയ്യണം? എന്തു ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? വായിച്ചോ. ഇന്നവരോട് പഠിച്ച് എന്ന് ഓർക്കുകയും. നീ പഠിച്ച കാര്യങ്ങൾ നീ ഓർക്കണം. നീ പഠിച്ച കാര്യങ്ങൾ നീ ഓർക്കണം. പിന്നെയോ? ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നിന്നെ ജ്ഞാനിയാക്കുന്ന, രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകളെ നല്ലതുപോലെ നീ
ബാല്യം മുതൽ അറിയുകയും ആ ചെയ്തുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഇരിക്കുന്നതിൽ പൗലോസിന് തിമോത്തിയോസിനോട് ധൈര്യമായി പറയാൻ കഴിയും, നീ ബാല്യം മുതൽ, അവിടെ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കണ്ടിന്യൂ ആൻഡ് നോ 14 15 അല്ല 14 ഫ്രം എ ചൈൽഡ് എന്താ പറയുക, ചില ഇതിൽ പറഞ്ഞിരിക്കുന്നു ഫ്രം ബേബ്, ഒരു ചെറിയ പൈതൽ മുതൽ നീ പഠിച്ചു വന്നത് നീ ഓർത്താൽ നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. ഏതിൽ നിന്നാ? ഈ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ ഉണ്ടാകുകയാണെങ്കിൽ, അല്ല അഭക്തിയുള്ള ജനം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേഷം കെട്ടി നടക്കുന്നവർ വരികയാണെങ്കിൽ, അതിന് അവർക്ക് മരുന്ന് ഒന്നേയുള്ളൂ. ഹല്ലേലൂയ, ചെറുപ്പം മുതലേ പഠിച്ചത് നീ ഓർത്താൽ നിനക്ക് നന്ന്. ഹല്ലേലൂയ. അപ്പോൾ തിമോത്തിയോസ്, പൗലോസ് ധൈര്യത്തോടെ പറയുകയാണ്, കാരണം നിന്റെ ചെറുപ്രായം മുതൽ നിന്നെ ചിലർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നീ മനസ്സിലാക്കിയിട്ട് അത് നീ ഏറ്റെടുത്തുകൊണ്ട് നിന്റെ ദൈവത്തെ നീ ഹല്ലേലൂയ അനുസരിക്കാനും വിശ്വസിക്കാനും ഹല്ലേലൂയ ഭയപ്പെടാനും നീ തയ്യാറാകുകയാണെങ്കിൽ നിനക്ക് രക്ഷ പ്രാപിക്കാം. നീ മറ്റുള്ളവരെയും കൂടെ രക്ഷയിലേക്ക് നടത്തും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തോ ചെയ്യണം? ഇവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അതുകൊണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? ചെറുപ്പം മുതൽ പഠിച്ചതിൽ നിലനിൽക്കുക. ദൈവവചനത്തിന് നിന്നെ രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുവാൻ കഴിവുള്ള മറ്റേ പുസ്തകമല്ല, അതിൻ്റെ അപ്പുറത്തെ പുസ്തകമല്ല, യൂട്യൂബ് അല്ല, ഹല്ലേലൂയ ഇൻ്റർനെറ്റ് അല്ല. ദൈവവചനം നല്ലതുപോലെ വായിച്ച് പഠിച്ച് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നത് ഒന്നേയുള്ളൂ, ദൈവവചനം. അത് നല്ലതുപോലെ നീയും പഠിക്കണം. ഹല്ലേലൂയ എന്ന് ദൈവം എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. പക്ഷെ അവിടുത്തെ കീ എന്ന് പറയുന്നത് അവനെ ചെറുപ്പം മുതലേ അവനത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസിന് അത് പറയുവാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയോട് പറയുവാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കെസിയ മോൾ ഇവിടെ വന്ന് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. വേറൊരു ദേശത്ത് പോയി അല്ലേ, ഈ ചെറുപ്രായത്തിൽ നമുക്ക് സാരമില്ല, കുറച്ച് കഴിയട്ടെ, ആരാധന പിന്നെയും ആകാം എന്നൊന്നും വെച്ചില്ല. വന്നു അപ്പോൾ തന്നെ നമുക്ക് ആരാധന വേണം, എങ്ങനെയോ കേട്ടറിഞ്ഞ് ഇന്നിവിടെ ആയിത്തീർന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ചെറുപ്പം മുതലേ ചിലത് പേരൻസ് പറഞ്ഞു കൊടുത്തു, ചർച്ച് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് കേൾക്കാത്തവരോട്, ചെറുപ്പം മുതൽ കേൾക്കാത്തവരോട് എന്ത് ദൂതാ പറയാ? അപ്പോസ്തലനായ പൗലോസിന് ഒന്നും പറയാനില്ല. തിമോത്തിയോസ് ബാല്യം മുതലേ ചിലത് കേട്ടതുകൊണ്ട് അവനോട് പറയാനും അവനെ ധൈര്യപ്പെടുത്താനും എന്തുണ്ട്? അവൻ്റെ കയ്യിലെ ചില വാക്കുകളുണ്ട്. ദൈവമക്കളെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചാലഞ്ചാണിത്. എങ്ങനെ നമ്മൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കും? അവരുടെ ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്ത് അവരെ സ്തോത്രം ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയാണോ ദൈവമുള്ളത് അവിടെ കുട്ടികളില്ല, എവിടെയാണോ കുട്ടികളുള്ളത് അവിടെ ദൈവവുമില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചേർച്ചയുമില്ല. എന്നാൽ അങ്ങനെ പോരാ. ഇത് പേരൻസിൻ്റെ ഡ്യൂട്ടി, ആ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവം നമുക്ക് മക്കളെ തരുന്നു. അത് മക്കളെ തന്നു, എൻ്റെ വീട്ടിൽ വളരാനും എൻ്റെ വീട്ടിൽ വളർത്താനൊക്കെ എനിക്ക് ഭാഗ്യം തന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വി ആർ റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. നമ്മൾ ആവുന്നിടത്തോളം അവൻ ദൈവത്തിൻ്റെ പൈതലാണെന്നും ദൈവം തന്ന ദാനമാണെന്നും മനസ്സിലാക്കി വളർത്തിയെടുക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ആകട്ടെ, ഇത്രയൊക്കെ വളർന്നില്ലേ, പിന്നെ അങ്ങ് വളരുമ്പോൾ ശരിയാവും, അവൻ്റെ മേലെ നല്ല പ്രോഫസി കിടക്കുന്നുണ്ട്, പിന്നെ അവൻ്റെ മേലെ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, അതൊക്കെ അവിടെ കിടക്കത്തേയുള്ളൂ. ഞാനും നിങ്ങളും എന്ത് പഠിപ്പിക്കുന്നോ, ഞാനും നിങ്ങളും എന്ത് കാണിക്കുന്നോ, ഞാനും നിങ്ങളും എന്താണോ അവരെ ഹല്ലേലൂയ സ്തോത്രം എൻകറേജ് ചെയ്യുന്നത്, അതാണ് പിന്നീടായി തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
സദൃശവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ബാലൻ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. ഇടയ്ക്കൊക്കെ അവന് ചാലഞ്ചുകളൊക്കെ ഉണ്ടാകും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ബാലൻ, ആ സമയമാണ്, ഏറ്റവും ചെറുപ്പമാണ്, നമുക്ക് അവരെ വളർത്തിയെടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്ന സമയം. ആ സമയം വൃഥാ കളയരുത് എന്ന് പ്രത്യേകം പേരൻസിനോട് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. ഹല്ലേലൂയ. ഇവിടെയുള്ള പേരൻസ് എല്ലാം യങ് പേരൻസ് ആണ്, ചെറിയ മക്കളുള്ളവരാണ്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ ദൈവം തന്നിരിക്കുന്നത്. ഇതിൽ ഒരു ദിവസം കൈവിട്ടു പോയാൽ, ഒരു നിമിഷം കൈവിട്ടു പോയാൽ അതൊരു നഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മക്കളെ വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഇത് നമ്മുടെ ചുമതലയാണ് കേട്ടോ. ദൈവവചനം പറയുന്നത് മുഴുവൻ പേരൻസിനോടാണ്. അവനെ അഭ്യസിപ്പിക്കുക. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ചില വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് വായിക്കാം. ഒന്ന്, സങ്കീർത്തനം 127:3. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ മക്കൾ എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ഹെറിറ്റേജും റിവാർഡും ഒക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ, നമുക്ക് അങ്ങനെയുള്ള ധാരണയൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ കല്യാണം കഴിച്ചു, പിന്നെ അത് കഴിയുമ്പോൾ ഇനി മക്കളായി, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്ന് പിന്നെ അവരെ പിന്നെ എങ്ങനെയും വളർത്തിയെടുക്കണമല്ലോ, ഞാൻ അധ്വാനിക്കണം, പിന്നെ അവർക്ക് ഹെൽപ്പറെ വേണം, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ദൈവം തന്ന ദാനമാ, ദൈവം തന്നതാണ്, അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് ഈ പൈതലിനെ, ദൈവം തന്ന പൈതലിനെ എടുക്കണമെന്നുള്ളത് എൻ്റെ ദൗത്യമാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവം തന്ന ദാനമാണ്, അതിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? കനാൻ ദേശത്തേക്ക് പോയി. പല തലമുറകൾ അവർ പോകേണ്ടി വന്നു, അല്ലേ? 1-2 തലമുറകളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരവിടെ ചിലരെത്തുന്നത്. അന്ന് തുടങ്ങിയവരാരുമില്ല. എന്നാൽ അവർ പോകുന്ന യാത്രയിൽ എന്തുണ്ടായിരുന്നു? അവർക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതാണ്, അവർക്ക് ഒരു പെട്ടകമുണ്ടായിരുന്നു. ഈ പെട്ടകമാണ് അവരവിടെ എത്തിക്കാൻ പോകുന്നത്. എവിടെ? ദൈവം പ്രോമിസ് ചെയ്ത സ്ഥലത്തോട്ട് ഈ പെട്ടകം അവർക്ക് എത്തിക്കണമായിരുന്നു. ദേ ക്യാരി സംതിങ്. അത് തുടക്കത്തിൽ പോകുന്നവരിൽ ആകെ 2 പേരൊക്കെ എത്തിയുള്ളൂ. പക്ഷെ അടുത്ത തലമുറ അതിന് വഹിക്കാൻ ചിലരുണ്ടായിരുന്നു, അല്ലേ? ആ പുരോഹിതന്മാരും അവരേറ്റെടുത്ത് വഹിച്ചതുകൊണ്ട് ആ പെട്ടകം അവിടെ എത്തി. ഇന്ന് ഞാൻ പറയട്ടെ, തലമുറകളായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു പെട്ടകം നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അത് എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിക്കുവാൻ എൻ്റെയും എൻ്റെ മക്കളുടെയും മക്കളുടെയും കടമയാണ് എന്ന് നാം മനസ്സിലാക്കണം. വെറുതെ മക്കളെ തന്നതല്ല. സ്തോത്രം. ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അവിടെ എത്തിക്കും. അതുകൊണ്ടാണ് കുറിവാക്യത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ മക്കളോടും അവരുടെ മക്കളോടും നീ ഇത് പറയണം. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ടുപോകണം, ദൈവത്തെ ഹല്ലേലൂയ കൂടെ നടത്തണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറണം ഈ പെട്ടകം. ഈ ദൗത്യമാ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ടതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം വി ആർ റെസ്പോൺസിബിൾ. ദൈവം മക്കളെ തന്നു സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. പല തരത്തിലും, പല രീതിയിലും, പല ഭംഗിയിലും, പല ആണും പെണ്ണുമായിട്ടൊക്കെ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു നിർണയം ഉണ്ടായിരിക്കണം, ഞാൻ ഈ പെട്ടകം വഹിക്കേണ്ടുന്നവരാ അവരെ. ഹല്ലേലൂയ. നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾ എത്രമാത്രം സീരിയസ് ആയിരിക്കണമെന്ന്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഈ തലമുറ വന്നപ്പോഴേക്കും സംഭവിച്ച വ്യത്യാസങ്ങളെ നോക്കിയാൽ നമുക്കറിയാം. ഹല്ലേലൂയ. പെട്ടകം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന്, അല്ലേ? ചെരിഞ്ചും ചാടിയുമൊക്കെയാണ് ഇരിക്കുന്നത്. സ്തോത്രം. നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നേരെ കൊണ്ടു നടക്കാൻ പറ്റുന്നവരില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്തു ചെയ്യണം? ടെൽ യുവർ ചിൽഡ്രൻ,
അവരെ പഠിപ്പിക്കണം. മക്കളെ തന്നതിൽ സന്തോഷിക്കുക മാത്രമല്ല, മറിച്ച് അവർ അടുത്ത തലമുറയിലേക്ക് ഈ പെട്ടകത്തെ ഹാൻഡ് ഓവർ ചെയ്യാൻ തക്കവണ്ണം അവർ കേപ്പബിളാണ്, അവർ ക്യാരി ചെയ്യുവാൻ കേപ്പബിളാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. 2, എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അവരാരാണെന്ന് മനസ്സിലാക്കണം. അവരെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും മക്കളല്ല, അവരെങ്ങനെയും വളർന്നു, പിന്നെ അവർ ഡോക്ടറായി, ഇല്ല അവർ വലിയ ഉദ്യോഗസ്ഥന്മാരായി, പിന്നെ എൻ്റെ ദൗത്യം കഴിഞ്ഞു, പിന്നെ എനിക്ക് വീട്ടിലിരുന്നാൽ മതി, ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയി എന്ന് ചിന്തിച്ചാണ് ഇന്ന് പെന്തക്കോസ്തുകാർ തന്നെ, അല്ലെങ്കിൽ വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ മക്കളെ വളർത്തുന്നത് ആ രീതിയിലാണ്. അവർക്ക് നല്ലത് വേണം, നല്ല ഇത് വേണം, ജോലി വേണം, പിന്നെ കാറ് വേണം, വീട് വേണം, നല്ല രാജ്യത്ത് പോകണം, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ബേസിക് പർപ്പസ് ദാറ്റ് ഗോഡ് ഗേവ് യു എ സൺ ഓർ എ ഡോട്ടർ ഷുഡ് നോട്ട് ഫോർഗെറ്റ്. ഹല്ലേലൂയ. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ടാമത് എന്ത് വേണം പറയണം? അവരുടെ മേലെ ചെറുപ്പം മുതലേ നമ്മൾ അവരെ ബ്ലസ് ചെയ്യാൻ പഠിക്കണം. പ്രോവർബ്സ് 18:21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഇത് നമ്മൾ അവരുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്തു ചെയ്യണം? അവരാരാണെന്ന് ഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ കേട്ടോ. ചെറുപ്പത്തിൽ തന്നെ അവരെ പറയണം, അവരുടെ മേൽ നമ്മൾ എന്ത് പറയണം? ജീവൻ്റെ വാക്കുകൾ അവരെ പറയണം, അവരെ കേൾക്കണം നമ്മിൽ നിന്ന്. അതുപോലെ തന്നെ അവരാരാണെന്ന് അവരെ ചെറുപ്പം മുതലേ നമ്മൾ അവരോട് പറയണം. നമ്മുടെ വാക്കുകൾക്ക് അത്രയും ബലമുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവനോട് പറയണം, അവളോട് പറയണം, നീ ദൈവ പൈതലാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ദൈവം എനിക്ക് തന്നതാണ്, നിന്നിൽ ജീവനുണ്ട്, നീ രക്ഷ പ്രാപിക്കണം. അവനോട് നമ്മൾ സംസാരിക്കണം, അവളോട് നമ്മൾ സംസാരിക്കണം. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യമാണ്. ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രോവർബ്സ് 18:21, നാവിൻ്റെ, ഹല്ലേലൂയ, എന്താ പറഞ്ഞിരിക്കുന്നത്? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. യു ക്യാൻ സ്പീക്ക്, പക്ഷെ അത് പറയണമെങ്കിൽ എനിക്ക് ആദ്യം വിശ്വാസം വേണം. ഈ പൈതൽ ആരാണെന്ന് എനിക്ക് നല്ലപോലെ ഗ്രഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരുടെ മേലെ ബ്ലെസ്സിങ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അവരുടെ ഫ്യൂച്ചർ നമുക്ക് അങ്ങനെ വേണം പൈതങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട്. അവരോട് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മൾ താരാട്ട് പാടുമ്പോൾ പാട്ട് മാത്രം പാട്ടി ഉറക്കാതെ, അല്ലേ? നമ്മൾ നല്ല പാട്ടൊക്കെ പാടിയിട്ട് അങ്ങ് ഉറക്കും. സിനിമ പാട്ടാണോ, അന്നേരം എന്ത് പാട്ടാണ് വന്നത് അതൊക്കെ പാടി അങ്ങ് ഉറക്കും. നമ്മൾ മനസ്സിലാക്കണം, കുട്ടികൾ അങ്ങനെ ഉറങ്ങേണ്ടുന്നവരല്ല. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവ മക്കളെ വളർത്തിയെടുക്കണം. ഞാനും നിങ്ങൾ റെസ്പോൺസിബിളാണ്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ അവരുടെ മേലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല ആരോഗ്യം അവർക്ക് വേണ്ടി നമ്മൾ അവരോട് പ്രൊനൗൺസ് ചെയ്യണം, രക്ഷ പറയണം. അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് അവരോട് പറയണം. ഇതൊക്കെ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ വേണമെന്ന്. സ്തോത്രം. ആമേൻ. മാത്രവുമല്ല, നമ്മൾ അവരുടെ ഗാഡ് ദെയർ എക്സ്പോഷ്യർ. കുട്ടി കരയുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇന്നാ TV അല്ല ഇന്നാ മൊബൈല്, അപ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ TV ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞു. നമ്മൾ എങ്ങനെ നമ്മുടെ TV നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞും ബോധപൂർവ്വം നമുക്ക് ചെയ്യണം. എന്നാൽ അവർ എന്താണ് പഠിക്കുന്നത്, എന്താണ് കാണുന്നത്, അല്ലേ, അവർ കളിക്കുന്ന കളികൾ എന്താണ്, നമ്മൾ അതേക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം. ദ എക്സ്പോഷർ ആരാ കൊടുക്കുന്നത്? വേറെ ആരുമല്ല, അയൽപക്കത്തെ ആരുമല്ല, നമ്മുടെ പേരൻസ് തന്നെയാണ്. നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഞാനും നിങ്ങളുമാണത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. തിമോത്തിയോസേ, നീ ബാല്യം മുതൽ ചിലത് പഠിച്ചിട്ടുണ്ട്, ചിലത് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നീ ഉൾക്കൊള്ളണം. അവന് പറയുമ്പോൾ മനസ്സിലാകും. ഒരു പ്രായം കഴിഞ്ഞ് നന്നാവടാ, അല്ലെങ്കിൽ നേരെ വാടാ, ഇങ്ങോട്ട് വാടാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയേണ്ടുന്ന സമയത്ത് നമ്മൾ പറയണം. ചെയ്യേണ്ടുന്ന ആ വളർച്ചയിൽ അവന് ഗൈഡ് ചെയ്യണം, അവന് കൊടുക്കണം. അപ്പോഴാണ് അവൻ വളർച്ചയിൽ കുറവുകളുണ്ടാകാം, അല്ലെങ്കിൽ അവന് വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, നീ എന്തോ ചെയ്യണം? ട്രെയിൻ അപ്പ് ദ ചൈൽഡ് ദാറ്റ് ദ വേ ദാറ്റ് ഹി ഷുഡ്
walk, അല്ലെങ്കിൽ you should grow. അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുക എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവൻ്റെ എക്സ്പോഷർ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേസമയം ദൈവവചനം നമ്മൾ അവന് വായിച്ച് കേൾപ്പിക്കുക. അതുപോലെ തന്നെ ഒരു പൈതൽ ആ പൈതലിനെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നമേ ആ പൈതലിൻ്റെ സോൾ അത് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. നമ്മൾ മനസ്സിലാക്കണം. അവൻ സംസാരിക്കുന്നത് പിന്നെയാകും, പക്ഷെ അതിനു മുന്നമേ അവൻ്റെ ഉള്ളിൽ ആത്മാവും ആ സോളും അതെല്ലാം കൂടെ അങ്ങ് ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിലെ പൈതങ്ങളെ ദൈവം തന്നു. ആ പൈതങ്ങളെ നമുക്ക് വേണ്ടതുപോലെ വളർത്തിയെടുക്കാനുള്ള ജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരട്ടെ. സ്തോത്രം. ഇനി അവരുടെ ഫസ്റ്റ് ബൈബിൾ എന്താണ്? നമ്മൾ സ്റ്റോറി ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നല്ലേ നമ്മൾ, അല്ലേ? ചില കടയിലൊക്കെ പോയി ഇതാണ് കേട്ടോ മോൻ്റെ ഫസ്റ്റ് ബൈബിൾ. അല്ല, അവരുടെ ഫസ്റ്റ് ബൈബിൾ എന്ന് പറയുന്നത് പേരൻസാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ നമ്മെ കണ്ടായിരിക്കണം പഠിക്കേണ്ടത്. നമ്മുടെ സ്തോത്രം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സ്നേഹം, നമ്മുടെ പക്വത, ഇതെല്ലാം നമ്മുടെ വിശ്വാസം, ഇതൊക്കെ അവർ കാണണം. നാമാണ്, പേരൻസാണ് അവരുടെ ഫസ്റ്റ് ബൈബിൾ എന്ന് പറയുന്നത്. പിന്നെയാണ് ചിത്രങ്ങളൊക്കെ ഉള്ളത്, അല്ലേ? ദാവീദും ഗോലിയാത്തും ഒക്കെ ഉള്ളതൊക്കെ, അതുപോലെ തന്നെ ഡാനിയേലും സിംഹവും ഒക്കെ ഉള്ളതൊക്കെ വരുന്നതൊക്കെ പിന്നീടാ. ആദ്യം അപ്പനും അമ്മയും വീട്ടിലുള്ളവരും അവർ കാണട്ടെ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതമെന്ന്. ടെൽ എന്ന് പറയുമ്പോൾ വെറും പ്രസംഗിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം അവരുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. അവരത് കണ്ട് പഠിച്ച് വളരേണ്ടത് ആവശ്യമാണ്. അവർ സ്നേഹം, ഐക്യം എന്താണ്, സമാധാനം, സന്തോഷം എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. അവർ ആരാധന, പ്രാർത്ഥന, അതുപോലെ തന്നെ സമാധാനം, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അവർ ഗ്രഹിച്ചു വളരട്ടെ. ഹല്ലേലൂയ. മക്കളോട് ചോദിച്ചാൽ അവർ ഒരു കാര്യം പറയും. നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, പക്ഷെ അവരോട് ചോദിച്ചാൽ ഒരു കാര്യം പറയും, ഞങ്ങൾക്ക് ഏറ്റവും പേടി ഞങ്ങളുടെ അപ്പനെ അമ്മയാണ്. സ്തോത്രം. ബാക്കി ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ അപ്പൻ ചോദിക്കും, ഞങ്ങളുടെ അമ്മ ചോദിക്കും, ഇതിങ്ങനെയായിരിക്കണം, ഇതിങ്ങനെയായിരിക്കണം. അതാണ് നമുക്കും വേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഏറ്റവും ഭയപ്പെടേണ്ടത്, അവർ പക്വത പ്രാപിക്കേണ്ടത് നിങ്ങളുടെ ഹല്ലേലൂയ ചുറ്റുപാടുകളിലല്ല, ചർച്ചിലല്ല, ഹല്ലേലൂയ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ മുന്നിലല്ല, പേരൻസിൻ്റെ മുന്നിലായിരിക്കണം അവർ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത്. You are the first Bible that your child is going to read. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കും. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് ചർച്ചിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് അവർ എന്താ പറയുക, കെയറിങ് പഠിക്കുന്നത്, ഗൈഡൻസ് പഠിക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതൊക്കെ ചർച്ചിൽ അത് കുട്ടികൾ തന്നെ, ഐ എം വെരി ഹാപ്പി. കുട്ടികളെ ചർച്ചിൽ കൊണ്ടുവരുന്നു, അവരത് മനസ്സിലാക്കട്ടെ, പരസ്പരം ക്യാരി ചെയ്യുന്നു, അവരിത് അറിയട്ടെ. ഞാൻ വീട്ടിൽ അമ്മ, അപ്പൻ അല്ലെങ്കിൽ പേരൻസ് എന്നെ എടുക്കുന്നു, വളരുന്നു, എന്നാൽ ചർച്ചിൽ എന്നെ കരുതാൻ മറ്റാളുകളുണ്ട്. ഹല്ലേലൂയ. അവരുടെ സ്നേഹം, അവർ ഫുഡ് ഷെയർ ചെയ്യുന്നു, അവർ ടോയ്സ് കൊടുക്കുന്നു, സൺഡേ സ്കൂളിൽ അവർ കളിക്കുന്നു. ഇതൊക്കെ പഠിച്ച് വളരേണ്ടതാ കൊച്ചുമക്കൾ. അല്ലാതെ നമുക്ക് അവസാനം ഒക്കെ സംഭവിക്കുമെന്ന് പറയുന്നിടത്ത് വരത്തില്ല. തിമോത്തിയോസേ, നീ ബാല്യം മുതൽ നീ ചിലത് പഠിച്ചത് നിനക്ക് അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് കുട്ടികളെന്ന് മനസ്സിലാക്കി, പൈതങ്ങളെ ദൈവം തന്ന ദാനമെന്ന് മനസ്സിലാക്കി അവരെ വളർത്തിയെടുക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ചർച്ചുമായിട്ട് അവരെന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. കൂടാതെ സ്തോത്രം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എപ്പോഴൊക്കെയാണ് ഇത്? ആരോടാണ്? പേരൻസിനോടാണ് കേട്ടോ.
എന്താ വേണ്ടത്? നീ ആദ്യം നിൻ്റെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. ചിലർ വിചാരിക്കും ഞാനിപ്പോൾ എന്തായാലും ഇത്ര വളർന്നു, ഇത്രയായി, മക്കളായി, ഇനിയിപ്പോൾ ഞാനെന്തോ ചെയ്യാനാ, ഇനി എൻ്റെ മക്കളെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. അങ്ങനെ ഈ പരിപാടി നടക്കത്തില്ല. കാരണം ഇവിടെ ഒരു പ്രിൻസിപ്പിളുണ്ട്. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം. അതിന് മുന്നത്തെ എന്താ പറഞ്ഞാൽ? അതാരാ പെട്ടെന്ന് മാറ്റിയത്? 6-ാമത്തെ വാക്യം. ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ നിന്റെ ഹൃദയത്തിലിരിക്കണം. ആദ്യം ഈ കൽപ്പനകൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അവിടെ മാറ്റുന്നവർ ആ പെട്ടെന്നങ്ങ് മാറ്റി. അപ്പോൾ ഇത് നിന്റെ ഹൃദയത്തിൽ ആദ്യം ഇരിക്കണം. എന്നിട്ട് ഈ കാര്യങ്ങൾ നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? മനസ്സിലാകും. സ്തോത്രം. നമുക്കിനിയും സമയമുണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട്. പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഫാമിലി, ചർച്ചുണ്ട്. വി ആർ ദെയർ, വി ആർ ടുഗദർ. ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നാൽ നമ്മളൊരു തീരുമാനമെടുക്കണം. എൻ്റെ പൈതൽ ഒരു പെട്ടകം വഹിക്കുന്നവനായി തീരണം. അടുത്ത തലമുറയിലേക്ക് ഇവനായിരിക്കണം ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ അവനെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ വേണം? ഞാൻ അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം. ഇത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. എന്നിട്ട് വേണം 7-ാമത്തെ വാക്യത്തിലേക്ക് പോകാനായിട്ട്. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. എപ്പോഴൊക്കെ വേണം? നീ വീട്ടിലിരിക്കുമ്പോൾ വേണം, വഴി നടക്കുമ്പോൾ വേണം, കിടക്കുമ്പോൾ. നമ്മൾ എത്ര പേരത് ചെയ്യുന്നുണ്ട്? നമുക്ക് സമയമില്ല. നമ്മളൊക്കെ ഭയങ്കര കമ്പ്യൂട്ടറൈസ്ഡ് ആൾക്കാരാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് വായിക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. വീട്ടിൽ കുട്ടികളോടൊപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ഞാനും ചില ഓക്കെ, സം ഓഫ് ദം ആർ നോൺ ബിലീവേഴ്സ്, എന്നാൽ അവർക്ക് പ്രീ ബിലീവേഴ്സ്, ഐ ഷുഡ് സേ ദാറ്റ് വേ. അപ്പോൾ അതായത് ഒന്നിച്ചിരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും ഒക്കെ കൂടെ തന്നെയുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അവിടെയൊക്കെയാണ് ഇത് മക്കളൊക്കെ തെറ്റിപ്പോകുന്നതാ. അല്ലാണ്ട് പിന്നെ അവിടെ ലഹരിയുണ്ട്, ഇവിടെ അതുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്കറിയണം നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തണമെന്ന്. സ്തോത്രം. പ്രാർത്ഥിക്കണം, വേണ്ട എന്ന് പറയുന്നില്ല, അവരെ ഗൈഡ് ചെയ്യണം, അതൊക്കെ വേണം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി അത് നല്ലപോലെ ചെയ്തിരി. എത്ര പേരൻസിന് പറയാൻ പറ്റും? ഇപ്പോൾ മകൻ ഇങ്ങനെയായി, മകൾ ഇങ്ങനെയായി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കുറ്റബോധമാണ്. ശരിയാ, ഞാൻ വേണ്ടതുപോലെ ചെയ്തില്ല. അതാണ് അവരെ ഏറ്റവും നിരാശപ്പെടുത്തുന്നത്. ഞാൻ ചെയ്യേണ്ടുന്ന സമയത്ത് ഞാൻ ചെയ്തില്ല. അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കളിക്കണോ കളിച്ചോ, അല്ല ഇനി ഇവിടെ പോകണോ അത് പോക്കോ, നിനക്ക് എന്താ വേണേ, മക്ഡൊണാൾഡ്സ് വേണോ, അല്ല ഇനി എന്തൊക്കെയാ വേണോ, അതൊക്കെ എന്താ വേണ്ട, ബബിൾ ടീയോ, ബബിൾ ടീ വേണോ, എന്ത് വേണോ അതൊക്കെ കൊടുത്തോ. അവസാനം ബബിൾ മാറിയിരിക്കും. സ്തോത്രം. നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെ എത്രമാത്രം സീരിയസ് ആയിരിക്കുന്നുവോ, ഞാൻ പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ അവരെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പോഴും അവരുടെ കൂടെ ഒരു പങ്ക് നിനക്ക് വേണം. ഹല്ലേലൂയ. ഒരുമിച്ച് മാതാപിതാക്കളോടൊക്കെ കഴിയാൻ പറ്റുന്ന കുട്ടികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷെ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ദൈവം തന്ന പ്രിവിലേജ് നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ടും നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചില്ല എങ്കിൽ വി ആർ റെസ്പോൺസിബിൾ. ദൈവം നമ്മളോട് ചോദിക്കും. പലർക്കും അതിനുള്ള സാഹചര്യങ്ങളില്ല, സാധ്യതകളില്ല. എന്നാൽ നമുക്ക് ദൈവം അതിനുള്ള അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടതുപോലെ അത് ഉപയോഗിക്കണം. ഇന്നു മുതൽ വീട്ടിൽ അത് സംഭവിക്കട്ടെ. ഇന്നു മുതൽ ഹല്ലേലൂയ കുട്ടികളോടൊപ്പം ആയിരിക്കട്ടെ. അവരെ ഭയപ്പെടട്ടെ. അവരെ ഹല്ലേലൂയ പേരൻസ് പറഞ്ഞു കൊടുക്കട്ടെ. സ്തോത്രം. പേരൻസിൻ്റെ ലൈഫ് അവരുടെ മുന്നിൽ അങ്ങനെ ആകട്ടെ. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ചിൽഡ്രൻ, ആർ വി ലേണിംഗ് സംതിങ്? അക്സമോ? യെസ്. അക്സമോൾ പറയാം, പേരൻസിന് ഇട്ട് കിട്ടിയിട്ടുണ്ട് നല്ലതെന്ന്. ആണോ? ഹല്ലേലൂയ. നിങ്ങൾ
കുട്ടികൾ, you need to be more responsible. Okay, this message is actually for you. Okay, when parents come to you, when they tell something, don't show your bubble face bubbly എന്താണ് അത് കാണിക്കണ്ട. ഷോ he has the right to do that. പാരൻസ് വരും നിങ്ങളുടെ അടുത്തോട്ട്. Okay, Haniel, yeah, mummy will tell, grandma will tell. Okay, you need to do that. Don't say no. Oh no, how can I? Aaron, are you here listening to uncle? Yes, man. The first time I see Aaron smiling. No, you smile all the time, okay? I just say. Yeah, Juan, okay. We need to learn, we need to behave. Parents are responsible and children have to understand that. ഇന്നു മുതൽ നമ്മുടെ ചർച്ചിലെ കുട്ടികൾ, let them be different because we are learning and we are investing in their life. Amen. നമുക്ക് ഒരു ബേബി ഡെഡിക്കേഷൻ ഉണ്ട്. ഞാൻ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി, കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അവർക്ക് വേണ്ടി എന്താ പറയുക, ഇടിവിൽ നിൽക്കണം. നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ അവർ സമർപ്പിക്കുകയാണ്. ദൈവത്തോട് പറയുകയാണ്, എനിക്ക് ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യാം, എൻ്റെ മകനെ നീ പരിപാലിക്കണം. അതെ, അതൊരു ഉടമ്പടിയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാനത് വേണ്ടതുപോലെ ഞാൻ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞാൻ ബാധ്യസ്ഥനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതുപോലെ ചെയ്യും. അതുപോലെ നിൻ്റെ കൃപയും നിൻ്റെ സൂക്ഷിപ്പും നിൻ്റെ കാവലും കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം? ദൈവം തന്ന ദാനമാണ് നമ്മുടെ പൈതൽ. സ്തോത്രം. അവരെ വളർത്തിയെടുക്കേണ്ടുന്ന പോലെ, നടക്കേണ്ടുന്ന വഴിയിൽ നടത്തേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് വിത്ത് ഗാഡ്, അത് ഞാൻ എടുക്കുന്നു എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. പേരൻസ് മച്ച് റെസ്പോൺസിബിൾ, ടീച്ചേഴ്സ് ഓൾസോ റെസ്പോൺസിബിൾ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് the parents and the children and how can you guide and be a part of children's life. എല്ലാവരും ഞാൻ ചുമ്മാ സൺഡേ സ്കൂൾ എടുക്കുന്നു എന്നുള്ളതല്ല. we need to invest in their lives. അതിനാണ് ചർച്ച്. അവരിവിടെയാണ് അധികം ആ കെയറും സ്നേഹവും ഒക്കെ. കുട്ടികൾ കളിക്കുന്നു, കുട്ടികൾ, ഇറ്റ്സ് ഗുഡ്. ഓഫ് കോഴ്സ് സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Because there are other people around, other prayer sessions are going on, worship practice going on, so we need to be responsible. പക്ഷേ അവർ കളിക്കണം. പക്ഷേ അത് ആരാധനയുടെ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയല്ല. കഴിഞ്ഞ നമ്മുടെ വീട്ടു മീറ്റിങ്ങിൽ എത്ര ഭംഗിയായിട്ടാണ് കുട്ടികൾ വീട്ടിലിരുന്നത്. They have to. ഹൗസ് മീറ്റിങ്സിലെല്ലാം കുട്ടികൾ വന്നിരിക്കണം. അല്ലാത്ത സമയം അവർ കളിക്കട്ടെ. സ്തോത്രം. യെസ് പ്രസില്ല, യു അഗ്രി വിത്ത് അങ്കിൾ? Yes. Nathan, I know you agree always, isn't it? Yes. Okay. They are doing good. I tell you, they are doing good. And let us do a bit more. ദൈവം നന്നായിട്ട് അതിനായിട്ട് നമ്മെ സഹായിക്കും. ചർച്ചിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. കുട്ടികൾ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് നമ്മുടെ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ മകൻ, ഈ മകൾ, ഹല്ലേലൂയ, നമ്മുടെ ചർച്ചിൽ തന്നിരിക്കുന്ന സമ്പത്താണ്, അവർ വളരണം. എത്ര സന്തോഷമുണ്ട് ചർച്ച്. ഹല്ലേലൂയ. പേരൻസ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് ഒന്ന് വായിച്ച് കുഞ്ഞിനെ ഒന്ന് ദൈവമേ അനുഗ്രഹിക്കണേ. അതാണ് ചർച്ച്. സ്തോത്രം. കുട്ടികൾ വളരും, അവർ ദൈവമുള്ള മക്കളായിട്ട് വളർന്നു വരും. വി ആർ റെസ്പോൺസിബിൾ. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. കർത്താവ് നന്നായി ചെയ്യട്ടെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ. ടെൽ യുവർ ചിൽഡ്രൻ, ടെൽ യുവർ ചിൽഡ്രൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ യുവർ ചിൽഡ്രൻ. എന്താണ് ഈ ഡിവാസ്റ്റേഷൻ വന്നത്? അതൊരു എന്താ പറയുക, നമുക്ക് ഒരു സൈനാണ്.
നമ്മൾ ചിലത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചിലത് എത്രയും പെട്ടെന്ന് അത് മാറ്റിയെങ്കിൽ മാത്രമേ ഇതിന് വ്യത്യാസം വരത്തുള്ളൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിന് മാറ്റങ്ങൾ വരുത്തണം, പക്ഷേ ഒരു പക്ഷേ ടു ലേറ്റ്. അതുകൊണ്ട് ദൈവം തന്നെ പറയാണ്, അടുത്ത തലമുറ ഇങ്ങനെ ആകരുത്, നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. തുടർന്നുള്ള തലമുറകൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ടെൽ യുവർ ചിൽഡ്രൻ. വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതം അത് കുട്ടികൾ പഠിക്കുകയും കുട്ടികൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ഒരു ചർച്ച് നമുക്കുണ്ടായിരിക്കട്ടെ.